വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത് മാർപ്പാപ്പ അല്ലെങ്കിൽ മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത വിപ്ലവം. ആദ്യമേ പറയാം, ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ലയോ 14 പാപ്പ തന്റെ സന്ദേശത്തിൽ പങ്കുവെച്ച കുറച്ച് കാര്യങ്ങളാണ്. ഇതെല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു ചിന്തയാണ്, ഒരു വിപ്ലവമാണ്. ജൂലൈ മാസം 13-ാം തീയതി, അതായത് കഴിഞ്ഞ ഞായറാഴ്ച, ലയോ 14 പാപ്പ സാൻ തോമാസോ ദ വിലനോവ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഈ ദേവാലയം നമുക്കറിയാം, പാപ്പയുടെ വേനൽക്കാല വസതി സ്ഥിതി ചെയ്യുന്ന കാസൽ ഗാന്തോർഫോയിലെ ദേവാലയമാണ്. വിഷയത്തിലേക്ക് വരാം. നല്ല സമരിയക്കാരുടെ ഉപമയായിരുന്നു സുവിശേഷ ഭാഗം. ഈ ഉപമ മാർപ്പാപ്പ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒരു വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയും അതുപോലെ ബെനഡിക്ട് 16 പാപ്പയും ഒക്കെ മുൻനിർത്തി അവരുടെ വാക്കുകൾ ചേർത്ത് വെച്ച് മനസ്സിലാകും വിധത്തിൽ ലളിതമായി അതിമനോഹരമായിട്ടാണ് പാപ്പ തന്റെ സന്ദേശം പറഞ്ഞു വെക്കുന്നത്. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മനസാക്ഷിയെ ഉണർത്തുവാൻ തക്കവണ്ണം വെല്ലുവിളി ഉണർത്തുന്നതാണ് സമരിയക്കാരന്റെ ഉപമ. അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ മനസാക്ഷി എന്ന വികാരമുണ്ട്. അത് ചിലർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നഷ്ടമായതാവാം, ഒരുപക്ഷെ ജീവിതത്തിൽ കിട്ടിയ തിരിച്ചടികളാൽ മനസ്സ് മങ്ങിപ്പോയതുമാവാം. പക്ഷേ ഏതൊരു മനുഷ്യന്റെയും ഉള്ളിൽ മനസാക്ഷി എന്ന വികാരം ഉണ്ടാകും. ഇതിനെ പുറത്തു കൊണ്ടുവരുവാൻ, ഉണർത്തുവാനുള്ള ഒരു വെല്ലുവിളിയാണ് സമരിയക്കാരന്റെ ഉപമ. യാത്രക്കിടയിൽ കവർച്ചക്കാരാൽ ആക്രമിക്കപ്പെട്ട് വഴിയരികിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ. ഒത്തിരി പേർ ആ വഴി കടന്നു പോവുകയാണ്. പലരും സമൂഹത്തിന്റെ വലിയ സ്ഥാനങ്ങളിലൊക്കെ ഉള്ളവരാണ്. അതിലൊരാൾ പുരോഹിതനാണ്, ഒരാൾ ലേവായനാണ്. പോണവരെല്ലാം ഈ മനുഷ്യനെ നോക്കുന്നുണ്ട്. പക്ഷേ ആരും ഒരു നോട്ടത്തിനപ്പുറം മുന്നോട്ട് വരാൻ തയ്യാറാകുന്നില്ല. പിന്നീട് ആ വഴി വന്ന ഒരു സമരിയക്കാരൻ അയാളെ കണ്ടു മനസ്സലിഞ്ഞ് സഹായിക്കുകയാണ്. വേണ്ട ശുശ്രൂഷകൾ നൽകി കടന്നു പോവുകയാണ്. ഈ ഉപമ ദൈവിക അനുകമ്പ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു. ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാർപ്പാപ്പ ഉപമയുടെ കേന്ദ്ര ചിന്തയായ അനുകമ്പയെ പറ്റി സംസാരിക്കുകയാണ്. വീട് കിടക്കുന്നവരിൽ സമരിയാക്കാരൻ ഉറപ്പിച്ച ദൃഷ്ടികൾ, ആ നോട്ടമായിരുന്നു അനുകമ്പയുടെ ആദ്യ പടി. ആ നോട്ടം ഹൃദയത്തിൽ നിന്നും ഉത്ഭവിച്ചതായിരുന്നു. അതിനു മുമ്പ് പോയവർ നോക്കിയ പോലെയല്ല, അതിലൊരു വ്യതിരക്തത, ഒരു ഡിസ്റ്റിങ്റ്റീവ്നെസ് ഉണ്ടായിരുന്നു. നമ്മിൽ പലർക്കും ഈ കാലത്ത് നഷ്ടമാകുന്നതും ഈ നോട്ടമാണെന്ന് തോന്നുന്നു.